ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഞായറാഴ്ചത്തെ ഒരു ദിവസം മൊത്തത്തിലുള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എന്നെ ഒന്ന് കണ്ടു നോക്കണേ. എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ തന്ന ഓരോ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്കും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും വേണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റൊക്കെയാണ് കേട്ടോ എൻ്റെ വീഡിയോ റീച്ചാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കും കമൻറ്റൊക്കെ അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഞായറാഴ്ച രാവിലത്തേക്ക് ചെറുപയർ കറിയാക്കാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെയാണ് കേട്ടോ പിന്നെ എടുക്കുന്നത്. ഇത് കണ്ടില്ല, നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം ആരോ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാവും, പക്ഷേ ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു കമൻറ്റ് കണ്ടതുകൊണ്ട് ഞാൻ എല്ലാ കമൻറ്റിനും അതുപോലെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കുറച്ച് ലേറ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ, എന്നാലും ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമൻ്റെ ഞാൻ മറന്നിട്ടില്ല. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നോക്കട്ടെ കേട്ടോ, ഞാൻ എന്തായാലും ചെയ്യാം. പിന്നെന്താ, നമ്മൾ കുതിർത്തി വെച്ച ഈ ഒരു ചെറുപയറില്ലേ, അത് രാവിലെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഇതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഞാനിവിടെ അരക്കപ്പ് ചെറുപയറായിട്ടാണ് എടുത്തിട്ടുള്ളത്. എനിക്കത് പറയാൻ വിട്ടുപോയി. അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടാണ് കുതിർത്തിട്ടുള്ളത്. അപ്പോൾ കുതിർന്ന് വരുമ്പം കുറച്ച് കൂടുതലാവുമല്ലോ, ഡബിൾ സൈസ് ആവുമല്ലോ. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് എടുത്താൽ മതിയിട്ട്. എനിക്ക് ഇത്ര ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇനി അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് വേണം. പകുതി സവോളയും പകുതി തക്കാളിയും പിന്നെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സവോളേൻ്റെ പകുതിയില്ലേ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ പകുതിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ തക്കാളിയും കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് കടുക് താളിക്കൂലേ, അന്നേരം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിലോട്ട് ഒരു കപ്പ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് കുതിർത്ത് വെച്ചത് കൊണ്ടാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത്. കുതിർത്തിട്ടില്ലെങ്കിൽ ഒരു 2-2.5 കപ്പൊക്കെ വേണ്ടി വരും കേട്ടോ, അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് എന്തായാലും അത്രയ്ക്ക് സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ എന്തായാലും കുതിർത്തിട്ട് തന്നെ ചെയ്യാട്ടോ. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം കേട്ടോ, എന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാനൊരു 5-6 വിസിൽ വരെ വേവിച്ചിട്ടുണ്ടായിന്. എന്തായാലും ഒരു 5 വിസിലെങ്കിലും വരുന്നത് വരെ വേവിക്കട്ടെ. ചെറുപയർ പെട്ടെന്ന് തന്നെ വേവുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. ആ ടൈമിൽ നമുക്കിനി കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. ഞാൻ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. ചിലർ തേങ്ങ പാലായിരിക്കും, അല്ലെങ്കിൽ ചിലർ തേങ്ങ അരക്കാതെ ആയിരിക്കും. ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കേ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ആദ്യം ചിരകി വെച്ചിട്ടുണ്ടായിന് ഫ്രിഡ്ജിൽ. ഞാൻ പറയാറില്ലേ, 1-2 തേങ്ങയൊക്കെ ഒന്നിച്ചിട്ട് ചിരകി വെക്കലുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പം ഭയങ്കര ഈസിയല്ലേ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ച ദിവസങ്ങളിൽ തേങ്ങ അരച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് തീരുകയും ചെയ്യും. അതാട്ടോ എൻ്റെ സ്വഭാവം. പിന്നെ ഇതിൽ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചിലർ ചെറിയ ജീരകമൊക്കെ ചേർക്കുന്ന കാണലുണ്ട്, പക്ഷെ അത് ടേസ്റ്റ് കംപ്ലീറ്റ് ഒരു മാറ്റം പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. ഞാൻ ചേർക്കാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചെറിയ ജീരകമല്ലേ ക്യുമിൻ സീഡ്സ് അത് ചേർത്ത് കൊടുത്തോട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വിസിലൊക്കെ പോയി ആ ഒരു എയറൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് തന്നെ എന്തായാലും നല്ലപോലെ ഇത് വെന്ത് കഴിഞ്ഞാലേ ഇത് ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നന്നായിട്ട് തന്നെ വേവിക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 6 വിസിലൊക്കെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് തേങ്ങ നന്നായിട്ട് തന്നെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളം ചേർത്തിട്ടാട്ടോ ഞാൻ തേങ്ങ അരച്ചത്. 1 കപ്പ് തേങ്ങക്ക് 1 കപ്പ് വെള്ളം, ആ ഒരു ലെവലിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് കൂടുതൽ അങ്ങനെ തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ. കൂടുതൽ തിളക്കുമ്പോൾ തേങ്ങയൊക്കെ ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് മാറും. അപ്പോൾ ഇങ്ങനെ തേങ്ങ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ എന്താ പറയുക, പ്രസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ ആകുമ്പം ആ ഒരു ചെറുപയറും നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. അങ്ങനെ ഉടഞ്ഞ് കഴിഞ്ഞാലാണ് കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ കൂടുതൽ തിളപ്പിക്കാൻ നിൽക്കണ്ട. ഇളക്കി ഇതുപോലെ ഒന്ന് തിള വരുമ്പോൾ നന്നായി ചൂടായിട്ട് ഇതുപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ മതി. ഇത് കുറച്ചുകൂടി തണിയുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചട്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. മൺചട്ടിയിൽ ഈ കടുക് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിയൊക്കെ. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക.
പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ലേ അതൊക്കെ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഒരു 5-8 അല്ലിയെങ്കിലും വെളുത്തുള്ളി ചെറിയ അല്ലിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്ത് ചതച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പകുതി സവോളൻ്റെ പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിട്ടില്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2-3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ആ ഒരു ഓയിലിൽ ആ ഒരു എന്താ പറയുക സവോളയില്ലേ അത് നന്നായിട്ട് തന്നെ ഒന്ന് വഴഞ്ഞ് കിട്ടണം കേട്ടോ. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 4-5 ചെറിയ ഉള്ളി നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയതിന് ശേഷം ഈ ഒരു നമ്മുടെ വേവിച്ച് വെച്ച ചെറുപയർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേ കണ്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല ക്രീമായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ തിളപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ, തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് മാറും. പിന്നെ ഞാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ കറിവേപ്പില ചേർത്താൽ അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്കിനി പുട്ടുണ്ടാക്കണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച പുട്ട് തന്നെയാണ് കേട്ടോ, പൊടിയാണ്, അജ്മീൻ്റെ പുട്ടുപൊടിയാണ്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 1/2 കപ്പ് പുട്ടുപൊടിക്ക് 1/2 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ റാഗിൻ്റെ പുട്ട് ആക്കുന്നുണ്ട്, അതുപോലെ തന്നെ നോർമൽ പുട്ടുപൊടി അങ്ങനെ ആക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ 1/2 കപ്പ് എടുത്തത്. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് അതങ്ങനെ കുതിർക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അതൊരു 10-15 മിനിറ്റ് ആകുമ്പം നന്നായിട്ട് തന്നെ കുതിർന്ന് ആ ഒരു പൊടി എന്താ പറയുക നല്ല സെറ്റായിട്ട് വന്നോളും. ആ ഒരു ടൈമിൽ ഞാനിവിടെ റാഗി പുട്ടുപൊടിയും കൂടി എടുത്തിട്ടുണ്ട്, അതും 1/2 കപ്പ് എടുത്തേ. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ അങ്ങനെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നിങ്ങൾ നോക്കുക, ഞാനിങ്ങനെ ചെയ്യൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്തായാലും 1/2 കപ്പ് പൊടിക്ക് 1/2 കപ്പ് വെള്ളം തന്നെ വേണ്ടി വരും. ചിലതിലില്ലേ പെട്ടെന്ന് വെള്ളം കൂടിയ പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് ചെയ്താലും മതി, ഇങ്ങനെ വിസ്ക് വെച്ച് ചെയ്യുമ്പം കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ റെഡിയാകുന്ന പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. ഇതേ കണ്ടില്ല, അപ്പോൾ എല്ലാം കൂടി വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പുട്ടുപൊടി ഇതുപോലെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയി കിട്ടൂലേ, അങ്ങനെ ആകുമ്പോൾ കറക്റ്റാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പം വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നെ എന്താ പറയുക 1/2 കപ്പ് പൊടിക്ക് 1/2 കപ്പ് റാഗിൻ്റെ പുട്ടുപൊടിക്ക് 1/2 കപ്പ് വെള്ളം, അങ്ങനെയാണ്. പിന്നെ ഈ ഒരു സംഭവം കണ്ടില്ല, നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വയനാട് ട്രിപ്പ് പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ചിരട്ട വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്ന എന്താ ഇതിന് പറയാം പുട്ടുണ്ടാക്കുന്ന സംഭവം. അപ്പോൾ അതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്, എങ്ങനെയാവുമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലേനു. കാരണം ശരിയായി കിട്ടുമോ, നന്നായിട്ട് തന്നെ ആ ഒരു എയറൊക്കെ കറക്റ്റായിട്ട് തന്നെ വരുമോ എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടായിന്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ റാഗിൻ്റെ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുക്കറിലാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിൽ ഒരു കുറച്ച് 1/4 ഭാഗത്തോളം വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വിസിൽ മാറ്റുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ഒരു എയർ വന്നു കഴിഞ്ഞാൽ ഈ പുട്ടിൻ്റെ ഈ ഒരു സംഭവം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ആവി വരുന്നുണ്ട് കേട്ടോ. ഇതേ കണ്ടില്ലേ, വേഗം 5 മിനിറ്റ് ഒന്നും വേണ്ട, 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ആവി വരുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് പുട്ടായി കിട്ടുന്നുണ്ട്. അപ്പം കാണാൻ നല്ല രസമില്ല, എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ കറി കണ്ടില്ലേ, നല്ല തിക്കായി വന്നിട്ടില്ലേ. അപ്പോൾ ഇത് കുറച്ച് തണിഞ്ഞ് കഴിയുമ്പം നല്ല തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ അതേ കൺസിസ്റ്റൻസിയിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസിലാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് മുകളിൽ ഞാൻ കുറച്ചൊരു മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കിയേ, അപ്പോൾ നന്നായിട്ട് തന്നെ പുട്ടിൻ്റെ ആവിയൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റാം. ഇതില്ലേ നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്തിട്ട് അപ്പം തന്നെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ആ ഒരു എന്താ പറയുക, ആ ഒരു നനവ് കുറച്ച് ടൈം വെച്ച് കഴിയുമ്പോൾ ആ ഒരു സൈഡിൽ പറ്റി പിടിച്ചിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അപ്പം തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ചെയ്തപ്പം അതൊന്ന് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിന്, പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ അത് എടുത്തപ്പാടന്നെ ആയപ്പാടന്നെ അങ്ങനെ ഒന്ന് എടുത്തു കഴിയുമ്പോൾ നല്ല റെഡി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റാഗി പുട്ടും അതുപോലെ ചെറുപയർ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
നേരത്തെ റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിട്ടില്ല പുട്ടുപൊടി വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അതിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ആ വെള്ളമൊക്കെ ഒന്ന് കുതിർന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ പോലെ തന്നെ റാഗിൻ്റെ പുട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക, പിന്നെ മേലെ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കറിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാം. എന്ത് ചെയ്യും, അപ്പോൾ നമ്മുടെ അരിപ്പൊട്ടും ഇവിടെ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. വേഗം തന്നെ എന്താ പറയുക, ചോറിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. കാരണം ഫുഡ് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പം ഫുഡ് കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിലും അങ്ങനെയൊക്കെ പോകാനുണ്ട്. അപ്പോൾ എന്തായാലും ഉമ്മ വരുന്നുണ്ട്. ഉമ്മാൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഫുഡിന് ഉമ്മയും കൂടി ഉണ്ടാവും. അപ്പോൾ ഞാനിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ എടുത്തിട്ട് ഒന്ന് ആ ഒരു ഐസൊക്കെ പോകാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വ്ളോഗ് കാണുന്നവർക്കൊക്കെ അറിയുണ്ടാവും, ഞാൻ ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ആക്കാറുണ്ട് കേട്ടോ. ഞായറാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ച അങ്ങനെ ഏതെങ്കിലും 2 ദിവസം മാത്രമേ ഞാൻ ഫുഡ് ഉണ്ടാക്കാറുള്ളൂ, ഉച്ചക്ക് ചോറൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പപ്പായ ഇല്ലേ, പച്ച പപ്പായ, അത് ഞാൻ വളരെ തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വറവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചില സ്ഥലത്ത് തോരനൊക്കെ ആവും പറയാം, നമ്മൾ വറവ് നട്ടാ പറയൽ നമ്മൾ കണ്ണൂരുകാർ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പകുതി പപ്പായയും പകുതി സവോളയും ഒരു 2-3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എരിവിന് അത് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മളെ പണി തീരുമല്ലോ. ഒരു 3 മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലുതാണ് ഉള്ളതെങ്കിൽ 2 മതി. കാരണം ചിക്കൻ കറി അല്ലെങ്കിൽ മധുരം വരും, ആ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഞാനിവിടെ ചെറിയ സവോള ആയതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഇതേ കണ്ടില്ല, ഈ ഒരു കളറ് ചേഞ്ച് ആവുന്ന വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമേ ഇഞ്ചി വെളുത്തുള്ളി അവർ ചതച്ചത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയാവും. എന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാവുന്ന രീതിയിൽ, നമ്മൾ തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളിൽ വേഗം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന കാണിക്കുന്ന കേട്ടോ. ഇനി ഇതിലോട്ട് 2 പച്ചമുളകും അതുപോലെ തന്നെ ഒരു 2 ചെറിയ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളിയാണ് ഉള്ളതെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡറില്ലേ, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടീസ്പൂണാണ് എടുക്കുന്നെങ്കിൽ നിറച്ച് തന്നെ ഇട്ട് കൊടുക്കണേ. പിന്നെ ഇതിലോട്ട് 3 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പച്ചമണക്ക മാറുന്ന വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് വേണം ഇതിലോട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പൊടികളൊക്കെ ആ ഒരു പച്ചമണം നന്നായിട്ട് തന്നെ മാറിക്കിട്ടണം. അതേ കണ്ടില്ലേ, ആ ഒരു വഴഞ്ഞ് നല്ലൊരു ആ ഒരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ആ ഒരു ഉള്ളിയും തക്കാളിയും ഒക്കെ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രം ഇതിലോട്ട് ഞാനൊരു ഇത് അത്ര ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇത് ഞാൻ ചൂടാക്കി വെച്ചത് കുറച്ച് തണിഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾ 1 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ട് വീണ്ടും അതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. അതിന് ശേഷം മാത്രം ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു 1/2 കിലോനോളം ചിക്കൻ ഉണ്ട് കേട്ടോ. ആ ഒരു ചിക്കന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ കറി ആകുമ്പില്ലേ നമുക്ക് രാത്രി പണിയില്ലല്ലോ. അപ്പോൾ ഞാൻ രാത്രിത്തേക്കും കൂടിയിട്ട് അങ്ങനെ വെക്കലുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ രാത്രി വേറെ എന്തെങ്കിലും അതിൻ്റെ കൂടെ ആക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു ചിക്കനും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി ആ ഒരു മസാലയ്ക്ക് എല്ലാ ഭാഗത്താവുന്ന രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയാട്ടെ ഈ ചിക്കൻ കറിക്ക്, ഏത് ചിക്കൻ കറി ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ഇന്ന് കണക്കൊന്നുമില്ല.
ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം എനിക്ക് വെള്ളം കുറച്ച് കുറവ് പോലെ തോന്നിയിട്ടുണ്ട്. കാരണം ഇത് വേവാനുള്ളതല്ലേ. നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിൽ ചെയ്തെടുക്കട്ടെ, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ഇതിൽ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ വറവുണ്ടാക്കണം. ഒരു പപ്പായില്ലേ കട്ട് ചെയ്ത് വെച്ച്, അപ്പോൾ വറവിനായിട്ട് ഞാനിതിൽ ഒരു 1.5 ടീസ്പൂണോളം 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണെങ്കിൽ അത് ഒഴിച്ചാലും മതി കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുകും പിന്നെ കുറച്ച് കൂടുതൽ തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഒരു തണ്ടൊക്കെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പില തീർന്നത് കൊണ്ടാണ് ഞാൻ ചേർക്കാണ്ടിരുന്നത്. അപ്പോൾ കറിവേപ്പില എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു കടുകും ആ ഒരു ഓയിലും എല്ലാം കൂടി എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണിലൊക്കെ കുറച്ച് കൂടുതൽ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ എത്രത്തോളം ഇതിൽ ചേർത്ത് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആവും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തേങ്ങ ചിരകി വെച്ചത് ഏകദേശം കഴിയാനായിട്ടുണ്ട് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ. ഞാനില്ലേ തേങ്ങ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. അപ്പോൾ പെട്ടെന്ന് തീരുകയും ചെയ്യും, കൂടുതൽ ഇട്ട് പോവുകയും ചെയ്യും കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് നോക്കിയിട്ട് ഒരു വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്തിട്ട് സിമ്മിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പപ്പായ അല്ല, അതും വളരെ തിന്നായിട്ട് കട്ട് ചെയ്തതാണ്, അപ്പോൾ വേഗം തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചിക്കൻ തന്നെ ബാക്കി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് കുറച്ച് നല്ല ഗ്രേവിയോട് കൂടി തന്നെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മുടെ വറവും റെഡി ആയിട്ടുണ്ട്. ആ ടൈമിൽ ഉമ്മ വറുക്കിരുന്ന് അടിപൊളി നെയ്ച്ചോറും അതുപോലെ തന്നെ പപ്പായ മുളകും പുളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മുളക് കറിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വറ്റിച്ച് വെച്ചിട്ട് ആ ഒരു കറിയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനവിടെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഉമ്മ ഇപ്പുറത്തുനിന്ന് പിന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി കിച്ചണും കൂടി ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. അതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വേണം പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കിച്ചണും കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കിച്ചൺ വൈറ്റ് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്നൊന്ന് കാണിക്കുമോ എന്ന് പറഞ്ഞിട്ട്. ഞാനങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ടായിട്ട് അങ്ങനെ ചെയ്യലൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ ഇതിന് മുന്നേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിന്, ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ലിക്വിഡില്ലേ, പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ്, അതേതായാലും കുഴപ്പമൊന്നുമില്ല. അതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ കിച്ചൺ ടവലുണ്ടാവില്ലേ തുടക്കുന്നത്, അതിലാക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ എണ്ണമഴക്കൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടും കേട്ടോ ആ ഒരു ലിക്വിഡിൽ. പിന്നെ ഞാൻ എപ്പോഴുമല്ല, ഒരാഴ്ചയിൽ അങ്ങനെയൊക്കെ അതിൽ കുറച്ച് ഡെറ്റോളും കൂടി ആക്കിയിട്ട് നമ്മൾ ഡീപ്പ് ക്ലീൻ ആയിട്ട് ചെയ്യൂലേ, അങ്ങനെ ചെയ്യുമ്പോൾ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മുടെ സ്പോഞ്ചില്ലേ, മറ്റേ സ്ക്രബ് യൂസ് ചെയ്യരുത്, മറ്റേ സ്റ്റീലിൻ്റെ സ്ക്രബ് യൂസ് ചെയ്യരുത് കേട്ടോ. അത് എന്തായാലും ആ ഒരു കല വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അതൊരു അങ്ങനെ ബോറായിട്ട് പിന്നെ വന്നുകൊണ്ടേ നിൽക്കും. അപ്പോൾ ഒരു സ്പോഞ്ച് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ടവൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല ക്ലീനായിട്ട് തന്നെ നിൽക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് നമ്മൾ പണി കഴിഞ്ഞാൽ എപ്പോഴായാലും അത് തുടച്ച് ആ ടൈമിൽ തന്നെ നമ്മൾ തുടച്ച് വെക്കണം. അല്ലെങ്കിൽ ആണ് ഈ ഒരു കറ പിടിക്കലും സംഭവങ്ങളൊക്കെ വരുന്നത്. നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അപ്പം തന്നെ തുടച്ച് കഴിഞ്ഞാലില്ലേ, കിച്ചൺ എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ ഉണ്ടാവും. അങ്ങനെ കറ പിടിക്കുകയോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ തന്നെ വെക്കുമ്പോൾ അത് കറ പിടിക്കുക. അപ്പോൾ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് മൊത്തം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഇതിനിടയിൽ കുളിയും നിസ്കാരം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല, കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ഞാൻ വീണ്ടും പറയാമെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളിപ്പോൾ തരുന്ന ഈ ഒരു സപ്പോർട്ടും ഈ ഒരു സ്നേഹമൊക്കെ എന്നും ഉണ്ടാവണം. നിങ്ങളുടെ ഈ ഒരു കമൻറ്റും അതുപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനെ നിങ്ങളെ ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്നിട്ട് പിന്നെയും വീഡിയോ ചെയ്യാൻ തോന്നുന്നത്. അതുപോലെ ഓരോരുത്തർ ഓരോ റെസിപ്പി ചെയ്തിട്ടും അടിപൊളിയായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അവരത് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ ശരിക്കും നല്ല സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇനിയും കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോവാന്ന് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്.
മാളിലൊക്കെ ഇന്ന് വിചാരിക്കാത്തത്ര തിരക്കുണ്ടായിന് കേട്ടാ. കാരണം ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിന്. നമ്മളെന്തായാലും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല ഓഫറുള്ളതൊന്നും. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പോയിന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഭയങ്കര തിരക്കുണ്ടായിന്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിന് കേട്ടോ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.